ആണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഓപ്ഷൻസ്: എ ശ്രീകാര്യം, ബി പട്ടാമ്പി, സി പന്നിയൂർ, ഡി മണ്ണുത്തി. ആൻസർ: ശ്രീകാര്യം. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രം, പന്നിയൂർ കുരുമുളകു ഗവേഷണ കേന്ദ്രം, മണ്ണുത്തി കാർഷിക സർവകലാശാല. അടുത്ത ചോദ്യം, വായു വഴി പകരുന്ന ഒരു അസുഖം. ഓപ്ഷൻസ്: എ എലിപ്പനി, ബി പന്നിപ്പനി, സി ഡെങ്കിപ്പനി, ഡി മലമ്പനി. ആൻസർ: പന്നിപ്പനി. എലിപ്പനി ബാക്ടീരിയ മൂലം, ഡെങ്കിപ്പനി കൊതുക് വഴി വൈറസാണ് രോഗം പരത്തുന്നത്, മലമ്പനി പ്രോട്ടോസോവയാണ് രോഗം പരത്തുന്നത്. പന്നിപ്പനി വൈറസ് മൂലമാണ്, അതുകൊണ്ട് വായുവിലൂടെ പകരുന്ന അസുഖമാണ് പന്നിപ്പനി. അടുത്ത ചോദ്യം, ശ്രീ വിശാഖ്, ശ്രീസന്ധ്യ, ശ്രീജയ എന്നിവ എന്താണ്? ഓപ്ഷൻ എ സങ്കരയിനം മുളക്, ഓപ്ഷൻ ബി സങ്കരയിനം നെല്ല്, ഓപ്ഷൻ സി സങ്കരയിനം മത്തൻ, ഓപ്ഷൻ ഡി സങ്കരയിനം മരച്ചീനി. ആൻസർ: ഓപ്ഷൻ ഡി സങ്കരയിനം മരച്ചീനി. മരച്ചീനിയുടെ സങ്കരയിനം വിളകളാണ് ശ്രീ വിശാഖ്, ശ്രീസന്ധ്യ ആൻഡ് ശ്രീജയ. സങ്കരയിനം മുളകിൽ വരുന്നത് അർക്കഹരിത, ജ്വാല, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവ. സങ്കരയിനം നെല്ല് ജ്യോതി, ശബരി, ഭാരതി, ആതിര തുടങ്ങിയവ. സങ്കരയിനം മത്തനിൽ വരുന്നത് അമ്പിളി, സുവർണ, ബിന്ദി തുടങ്ങിയ വിളകൾ. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ഓപ്ഷൻസ്: വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി. ആൻസർ: വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻസ്: എ ഉമിനീർ ഗ്രന്ഥി, ബി കരൾ, സി കണ്ണുനീർ ഗ്രന്ഥി, ഡി പാൻക്രിയാസ്. ആൻസർ: കരൾ. കരൾ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനി ഏത്? ഡെങ്കിപ്പനി, ബി പന്നിപ്പനി, സി എലിപ്പനി, ഡി പക്ഷിപ്പനി. ആൻസർ: ഓപ്ഷൻ സി എലിപ്പനി. പന്നിപ്പനി, ഡെങ്കിപ്പനി, പക്ഷിപ്പനി എന്നിവ വൈറസ് പരത്തുന്ന പനികളാണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: എ 32, ബി 28, സി 20, ഡി 18. ആൻസർ: സി 20. പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ പല്ലുകളുടെ എണ്ണം 32. അടുത്ത ചോദ്യം, അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം. ഓപ്ഷൻസ്: എ സോഡിയം ഫോസ്ഫേറ്റ്, ബി കാൽഷ്യം ഫോസ്ഫേറ്റ്, സി അമോണിയം ഫോസ്ഫേറ്റ്, ഡി മഗ്നീഷ്യം ഫോസ്ഫേറ്റ്. ആൻസർ: ഓപ്ഷൻ ബി കാൽഷ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമം ആണ്? ഓപ്ഷൻസ്: എ മരച്ചീനി, ബി നെല്ല്, സി ഗോതമ്പ്, ഡി ഉള്ളി. ആൻസർ: ഓപ്ഷൻ എ മരച്ചീനി. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ, ഗോതമ്പ് ട്രിട്ടിക്കം അസിറ്റിവം, ഉള്ളി അല്ലിയം സെപ്പ. അടുത്ത ചോദ്യം, ഏകകോശ ജീവി അല്ലാത്തത്. ഓപ്ഷൻസ്: എ അമീബ, ബി ക്ലാമിഡോമോണസ്, സി പാരമീസിയം, ഡി ഹൈഡ്ര. ആൻസർ: ഹൈഡ്ര. അമീബ, പാരമീസിയം, ക്ലാമിഡോമോണസ് എന്നിവ ഏകകോശ ജീവിയാണ്. ഹൈഡ്ര ഒരു ബഹുകോശ ജീവിയാണ്. ഏകകോശ ജീവി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികൾ ആണ് ഏകകോശ ജീവികൾ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ്: എ എഡ്വേർഡ് ജെന്നർ, ബി ലൂയി പാസ്റ്റർ, സി ലാൻസ് സ്റ്റെയ്നർ,
ഡി ഹാർവേ. ആൻസർ ഓപ്ഷൻ എ എഡ്വേർഡ് ജെന്നർ. അടുത്ത ചോദ്യം, സീറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻസ് എ വിറ്റാമിൻ കെ, ബി വിറ്റാമിൻ സി, സി വിറ്റാമിൻ എ, ഡി വിറ്റാമിൻ ഡി. ആൻസർ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. അടുത്ത ചോദ്യം, ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ഓപ്ഷൻസ് എ കണ്ണ്, ബി ത്വക്ക്, സി കരൾ, ഡി തൊണ്ട. ആൻസർ ബി ത്വക്ക്. ത്വക്കിനെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ. അടുത്ത ചോദ്യം, ഒരു സസ്യ ഹോർമോൺ ആണ് ഡാഷ്. ഓപ്ഷൻസ് എ ഇൻസുലിൻ, ബി അഡ്രിനാലിൻ, സി തൈറോക്സിൻ, ഡി ഗിബറലിൻ. ആൻസർ ഗിബറലിൻ. ഇൻസുലിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ എന്നിവ ആനിമൽ ഹോർമോൺസ് ആണ്. അടുത്ത ചോദ്യം, ഏതു വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? ഓപ്ഷൻസ് എ കുരുമുളക്, ബി നെല്ല്, സി കരിമ്പ്, ഡി ഗോതമ്പ്. ആൻസർ ഓപ്ഷൻ എ കുരുമുളക്. അടുത്ത ചോദ്യം, കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത്? ഓപ്ഷൻസ് എ വൈറസ്, ബി ഫംഗസ്, സി ബാക്ടീരിയ, ഡി എഫിഡ്. ആൻസർ ഓപ്ഷൻ ബി ഫംഗസ്. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമാണ് മഹാളി രോഗം. അടുത്ത ചോദ്യം, തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? ഓപ്ഷൻസ് എ മൈലിൻ ഷീത്ത്, ബി പ്ലൂറ സ്തരം, സി മെനിഞ്ചസ്, ഡി പെരികാർഡിയം. ആൻസർ ഓപ്ഷൻ സി മെനിഞ്ചസ്. പ്ലൂറ സ്തരം ശ്വാസകോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു. മൈലിൻ ഷീത്ത് ന്യൂറോൺ, പെരികാർഡിയം ഹൃദയത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം, ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് രൂപപ്പെടുന്ന മെരിസ്റ്റം ഏത്? ഓപ്ഷൻസ് എ പ്രൈമറി മെരിസ്റ്റം, ബി പ്രോട്ടോസോം, സി അഗ്രമെരിസ്റ്റം, ഡി പ്രോമെരിസ്റ്റം. ആൻസർ ഓപ്ഷൻ സി അഗ്രമെരിസ്റ്റം. അടുത്ത ചോദ്യം, സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? ഓപ്ഷൻസ് എ ത്വക്ക്, ബി അസ്ഥിമജ്ജ, സി അസ്ഥി, ഡി കണ്ണ്. ആൻസർ ഓപ്ഷൻ സി അസ്ഥി. അടുത്ത ചോദ്യം, പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? ഓപ്ഷൻസ് ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി പ്രോട്ടീനുകൾ, ഓപ്ഷൻ സി അമിനോ ആസിഡുകൾ, ഓപ്ഷൻ ഡി ലവണങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി പ്രോട്ടീനുകൾ. പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഗ്ലൂക്കോസ് സംവഹനത്തിന് സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ C55H72O5N4Fe, ഓപ്ഷൻ ബി C55H70O6N4Mg, ഓപ്ഷൻ സി C72H112O22N18S, ഓപ്ഷൻ ഡി C55H72O5N4Mg. ആൻസർ ഓപ്ഷൻ ബി C55H70O6N4Mg. ക്ലോറോഫിൽ ബിയുടെ ഫോർമുല C55H70O6N4Mg. ക്ലോറോഫിൽ എ C55H72O5N4Mg ആണ് ക്ലോറോഫിൽ എയുടെ ഫോർമുല. അടുത്ത ചോദ്യം,
കോശശ്വസനം വഴി കോശങ്ങളിലുണ്ടാകുന്ന CO2 രക്തത്തിൽ എത്തുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്ലാസ്മയിൽ ലയിച്ച്, ഓപ്ഷൻ ബി വായു അറകളിലൂടെ, ഓപ്ഷൻ സി ഹീമോഗ്ലോബിനുമായി ചേർന്ന്, ഓപ്ഷൻ ഡി ടിഷ്യൂ ദ്രവത്തിലൂടെ. ആൻസർ: ഓപ്ഷൻ സി ഹീമോഗ്ലോബിനുമായി ചേർന്ന്. കാർബോക്സി ഹീമോഗ്ലോബിനായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: PPLO എന്ന ഏകകോശ ജീവി ഏതു വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി മൈക്കോപ്ലാസ്മ, ഓപ്ഷൻ ഡി ഫംഗസ്. ചോദ്യം: മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര്? ഓപ്ഷൻസ്: എ ടാക്സോണമി, ബി പാലിയന്റോളജി, സി പെഡോളജി, ഡി ഓർണിത്തോളജി. ആൻസർ: ഓപ്ഷൻ സി പെഡോളജി. അടുത്ത ചോദ്യം: മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന? ഓപ്ഷൻ എ WWF, ഓപ്ഷൻ ബി SPCA, ഓപ്ഷൻ സി IUPAC, ഓപ്ഷൻ ഡി WHO. ആൻസർ: ഓപ്ഷൻ ബി SPCA, സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു എനിമൽസ്. അടുത്ത ചോദ്യം: ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര്? ഓപ്ഷൻസ്: എ എപ്പികൾച്ചർ, ബി ടിഷ്യൂ കൾച്ചർ, സി പിസികൾച്ചർ, ഡി സെറികൾച്ചർ. ആൻസർ: ഓപ്ഷൻ സി പിസികൾച്ചർ. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ, ടിഷ്യൂ കൾച്ചർ ഫോർ പ്ലാന്റ്സ് ആൻഡ് സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. അടുത്ത ചോദ്യം: പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻസ്: എ ലൂയി പാസ്റ്റർ, ബി ആൽബർട്ട് സാബിൻ, സി തിയോഡോർ ഷാൻ, ഡി റോബർട്ട് ഹുക്ക്. ആൻസർ: ഓപ്ഷൻ ബി ആൽബർട്ട് സാബിൻ. അടുത്ത ചോദ്യം: ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്? ഓപ്ഷൻസ്: എ സാന്തോഫിൽ, ബി ആന്തോസയാനിൻ, സി ഹരിതകം, ഡി കാരോട്ടീൻ. ആൻസർ: ഓപ്ഷൻ ബി ആന്തോസയാനിൻ. സാന്തോഫിൽ മഞ്ഞ നിറം, ഹരിതകം പച്ചനിറം, കാരോട്ടീൻ ഓറഞ്ച് നിറം. അടുത്ത ചോദ്യം: സ്ഫോട്യഫലത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: എ നെല്ല്, ബി കശുവണ്ടി, സി തേക്ക്, ഡി റബ്ബർ. ആൻസർ: ഓപ്ഷൻ ഡി റബ്ബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ഓപ്ഷൻസ്: എ ഫ്രക്ടോസ്, ബി ഗാലക്ടോസ്, സി സൂക്രോസ്, ഡി ഗ്ലൂക്കോസ്. ആൻസർ: ഓപ്ഷൻ സി സൂക്രോസ്. അടുത്ത ചോദ്യം: സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻസ്: എ റോൺജൻ, ബി ചരകൻ, സി കോൾ ലിനേയസ്, ഡി ജോൺ റേ. ആൻസർ: ഓപ്ഷൻ ഡി ജോൺ റേ. അടുത്ത ചോദ്യം: ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ഓപ്ഷൻസ്: എ വെളുത്ത രക്താണുക്കൾ, ബി പ്ലേറ്റ്ലെറ്റുകൾ, സി ചുവന്ന രക്താണുക്കൾ, ഡി പ്ലാസ്മ. ആൻസർ: ഓപ്ഷൻ സി ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളാണ് വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നത്. അടുത്ത ചോദ്യം: ജലത്തിൽ ലയിക്കുന്ന ജീവകമാണ്? ഓപ്ഷൻസ്: ജീവകം സി, ജീവകം എ, ജീവകം ഡി, ജീവകം കെ. ആൻസർ: ഓപ്ഷൻ എ ജീവകം സി. അടുത്ത ചോദ്യം: കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻസ്: എ മണ്ണുത്തി, ബി പട്ടാമ്പി, സി അമ്പലവയൽ, ഡി വെള്ളായണി. ആൻസർ: ഓപ്ഷൻ സി അമ്പലവയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രാഫ്റ്റിംഗ് വഴി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിള? ഓപ്ഷൻസ്: എ വാഴ, ബി പൈനാപ്പിൾ, സി ഏലം, ഡി പ്ലാവ്. ആൻസർ: ഓപ്ഷൻ ഡി പ്ലാവ്. അടുത്ത ചോദ്യം: വായുവിലൂടെ പകരാത്ത ഒരു രോഗമാണ്? ഓപ്ഷൻസ്: ചെങ്കണ്ണ്, വില്ലൻ ചുമ, സി ചിക്കൻ പോക്സ്, ഡി മലമ്പനി.
ആൻസർ ഓപ്ഷൻ ഡി മലമ്പനി. വളരെ വേഗം വളരുന്ന ഒരു വൃക്ഷം. ഓപ്ഷൻസ് എ മുള, ബി തെങ്ങ്, സി പ്ലാവ്, ഡി കവുങ്ങ്. ആൻസർ ഓപ്ഷൻ എ മുള. അടുത്ത ചോദ്യം, മാങ്ങയുടെ ശാസ്ത്രനാമം. ഓപ്ഷൻസ് ഓപ്ഷൻ എ മാഗ്നോ മാങ്കോ, ബി മാഗ്നിഫറ, സി മാഗ്നിഫറ ഇൻഡിക്ക, ഡി ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. മാങ്ങയുടെ ശാസ്ത്രനാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു.